ഹായ് ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. പുതിയ വർഷത്തിലെ ആദ്യത്തെ വീഡിയോ ആണ്. എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. അപ്പോൾ നമുക്ക് മധുരത്തിൽ തന്നെ തുടങ്ങാം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു പായസമാണ്. സിമ്പിളായിട്ടുള്ളൊരു പായസമാണ്. അരി വെച്ചിട്ട്, പച്ചരി വെച്ചിട്ട് തയ്യാറാക്കുന്ന പായസം. അപ്പോൾ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. നമുക്ക് നോക്കാം എങ്ങനെയാണ് പച്ചരി വെച്ചിട്ട് സിമ്പിളായിട്ട് ഈ പായസം തയ്യാറാക്കുന്നത്. പായസം തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1 കപ്പ് പച്ചരിയാണ് എടുത്തിട്ടുള്ളത്. നന്നായിട്ട് കഴുകിയിട്ട് വെള്ളമൊക്കെ ഊറ്റിയെടുത്തതാണ്. അത് നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് വെള്ളം ഒഴിച്ചിട്ട് വേവിച്ചെടുക്കണം. കുറച്ച് കൂടുതൽ തന്നെ വെള്ളം ചേർത്ത് കൊടുക്കണം കേട്ടോ. പിന്നെ പച്ചരി നിങ്ങൾക്ക് വേണമെങ്കിൽ അരമണിക്കൂറൊക്കെ കുതിർത്ത് വെക്കാം. അതിൻ്റെ ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഒരു 3-4 വിസിൽ വരുന്നത് വരെ മീഡിയം ഫ്ലെയിമിൽ വെച്ചുകൊണ്ട് വേവിച്ചെടുക്കാം. അരി വേവിച്ചെടുക്കുന്ന സമയത്ത് തന്നെ ഞാനിവിടെ 4 കഷ്ണം വെല്ലം 1/2 കപ്പ് വെള്ളത്തിൽ ഉരുക്കിയെടുക്കുന്നുണ്ട്. ഉരുക്കിയെടുത്തതിന് ശേഷം നമുക്കത് അരിച്ചെടുക്കണം. എന്നിട്ട് ഞാനിവിടെ ഇതൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. അടികട്ടിയുള്ളൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. ഇതൊന്ന് ചൂടായിട്ട് വരട്ടെ. വെല്ലം ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് പച്ചരി ചേർത്ത് കൊടുക്കാം. പച്ചരി ഇവിടെ വെന്തുടഞ്ഞ് നല്ല പേസ്റ്റ് പരുവത്തിലായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും തന്നെ വെന്ത് വരണം. ഇല്ലെങ്കിൽ വെള്ളത്തിലേക്ക് ചേർക്കുമ്പം അരി വീണ്ടും ഹാർഡായിട്ട് വരും, കല്ലുപോലെ ഇരിക്കും. അപ്പോൾ നന്നായിട്ട് വെന്തതിന് ശേഷം മാത്രമേ അരി വെള്ളത്തിലേക്ക് ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ. അതൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ നമുക്കിത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഇതിവിടെ കട്ട പിടിച്ചൊക്കെ നിൽക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിങ്ങനെ ഇളക്കി മിക്സ് ചെയ്ത് ഈ കട്ടയൊക്കെ ഉടച്ചെടുക്കാം. പച്ചരിയിലേക്ക് വെള്ളത്തിൻ്റെ മധുരം ഒന്ന് നന്നായിട്ട് പിടിച്ച് വരട്ടെ. ഇത് നല്ലവണ്ണം ഒന്ന് കുറുകി വരട്ടെ. നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചുകൊണ്ട് ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കാം. ഇതിവിടെ നന്നായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഡാർക്ക് കളറിലുള്ള വെല്ലമല്ല, കുറച്ച് ലൈറ്റായിട്ടിരിക്കുന്ന വെല്ലമാണ്. അതുകൊണ്ടാണ് കേട്ടോ പായസത്തിന് ഈ ഒരു കളർ. അപ്പോൾ നമുക്കിതിലേക്ക് ഇനി 1 ടീസ്പൂൺ ഏലക്കായും ചുക്കും കൂടെ പൊടിച്ചെടുത്തത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഏലക്കായ മാത്രം ചേർത്ത് കൊടുക്കാം, ചുക്ക് ഒഴിവാക്കാം. പക്ഷേ ചുക്കും കൂടെ ചേർക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് കിട്ടുന്നത്. ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ഇതൊരു മധുരമാണല്ലോ, അപ്പോൾ അതൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് പായസത്തിലേക്ക് പാല് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ തേങ്ങാപ്പാലല്ല, പശുവിൻ പാലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ തേങ്ങാപ്പാലൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ടുള്ളവർക്കും മടിയുള്ളവർക്കൊക്കെ ഈ ഒരു രീതിയിൽ പശുവിൻ പാലൊക്കെ വെച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള പായസം തയ്യാറാക്കിയെടുക്കാം. ടേസ്റ്റിൽ വലിയ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല. തേങ്ങാപ്പാൽ ഒഴിക്കാത്ത പായസമാണെന്നൊന്നും പെട്ടെന്ന് മനസ്സിലാവുകയില്ല. നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം പാലൊഴിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിവിടെ 2 കപ്പാണ് എടുത്തിട്ടുള്ളത്. 2 തവണയായിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഫ്രിഡ്ജിൽ നിന്നൊക്കെ എടുത്ത പാലൊക്കെ ആണെങ്കിൽ തണുപ്പൊക്കെ മാറി റൂം ടെമ്പറേച്ചറിലായതിനു ശേഷം മാത്രമേ പായസത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ. വെള്ളമൊക്കെ ചേർക്കുന്ന പായസമാണല്ലോ, അപ്പോൾ പിരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്കിതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഞാനിതിലേക്ക് കുറച്ചുകൂടെ ചുക്കും ഏലക്കായ പൊടിച്ചതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. പായസത്തിലേക്ക് പാലൊഴിച്ചിട്ട് ഒന്ന് ചൂടാക്കി എടുക്കുകയേ വേണ്ടൂ. ഇവിടെ പായസം ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് മാറ്റി വെക്കാം. എന്നിട്ട് ഇതിലേക്ക് തേങ്ങാക്കൊത്തും കാര്യങ്ങളൊക്കെ ചേർത്ത് കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. നെയ്യ് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് തേങ്ങാക്കൊത്ത് ചേർത്തിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. തേങ്ങാക്കൊത്ത് എടുത്ത് വെച്ചിട്ട് നമുക്കിതിലേക്ക് ആവശ്യത്തിന് കാഷ്യൂനട്ട് ചേർത്തിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് കിസ്മിസ് കൂടെ ചേർത്തിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം.
നെയ്യിൽ വറുത്തെടുത്ത കാഷ്യൂനട്ടും കിസ്മിസും തേങ്ങാക്കൊത്തൊക്കെ നമുക്ക് പായസത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ പച്ചരി പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ പായസം തയ്യാറാക്കാൻ വേണ്ടിയിട്ട് തേങ്ങാപ്പാലിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇതുപോലെ പശുവിൻ പാൽ വെച്ചിട്ട് നമുക്ക് സിമ്പിളായിട്ട് പായസം തയ്യാറാക്കിയെടുക്കാം. എല്ലാവരും വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻസിലൂടെ അറിയിക്കണം. ഇതുപോലുള്ള റെസിപ്പീസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്